Hello friends, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ കുറച്ച് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയിരുന്നു അല്ലേ. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് വീഡിയോ. അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് അത് കണ്ടിട്ട് വരിക. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ പോർഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ എന്താണ് ഡെഫിനിഷൻ, എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് നോക്കി, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്താണെന്ന് നോക്കി, കോമ്പണൻസ് ഓഫ് കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്താണെന്ന് നോക്കി, അതുപോലെ ബ്ലഡിൻ്റെ കോമ്പണൻസ്, ബ്ലഡിൻ്റെ നമുക്ക് ഹോൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സ് ഉണ്ട്. ഫോംഡ് എലമെന്റ്സ് ആണ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അതിൽ 3 types ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ട്. ല്യൂക്കോസൈറ്റ്സിന് അഗെയിൻ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് ഗ്രാനുലോസൈറ്റ്സ്. അതേപോലെ പ്ലാസ്മയിൽ 3 types ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. അതിൻ്റെ കൗണ്ട്സ് എല്ലാം നമ്മൾ മീൻസ് ഫോംഡ് എലമെന്റ്സിൻ്റെ കൗണ്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. അതുപോലെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറും അതുപോലെ നോർമൽ ഒരു സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ അപ്പോൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു? നമ്മുടെ പൾമണറി ട്രങ്ക് അല്ലെങ്കിൽ പൾമണറി ആർട്ടറി എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ നമുക്ക് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡ് ആണ് അത് ക്യാരി ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഓൺലി ആർട്ടറി വിച്ച് ക്യാരീസ് ഇംപ്യൂർ ബ്ലഡ് ഇൻ അവർ ബോഡീസ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒറ്റൊരു സ്ട്രക്ചർ മീൻസ് ആർട്ടറി ആണുള്ളത്. ദാറ്റ് ഈസ് പൾമണറി ട്രങ്ക്. വി നോ ദാറ്റ് അല്ലേ. സോ അപ്പോൾ അത് ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്നെങ്കിൽ അതിന് നമുക്ക് പൾമണറി വെയിൻ എന്ന് വിളിച്ചാൽ പോരെ. അതുപോലെ പൾമണറി വെയിൻസ്, എ പെയർ ഓഫ് പൾമണറി വെയിൻസ് ഉണ്ട് അല്ലേ. സോ അപ്പോൾ അവിടെ നമുക്ക് 2 pairs ഓഫ് പൾമണറി വെയിൻസ് ഉണ്ട്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവർ ലങ്സിൽ നിന്ന് പ്യോർ ബ്ലഡ് ക്യാരി ചെയ്ത് എവിടെ എത്തിക്കുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. സോ അപ്പോൾ നമുക്ക് അവരെ പൾമണറി ആർട്ടറീസ് എന്ന് വിളിച്ചാൽ പോരെ. വൈ ദേ ആർ കോൾഡ് എസ് പൾമണറി വെയിൻസ് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നു. സോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ആർട്ടറി ആൻഡ് വാട്ട് ഈസ് വെയിൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ആർട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട് ഈസ് കോൾഡ് ആസ് ആർട്ടറി. അപ്പോൾ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ആർട്ടറി എന്ന് വിളിക്കുന്നത്. അതേ സമയത്ത് വെയിൻസ് എന്ന് പറഞ്ഞാൽ ദ സ്ട്രക്ചർ അല്ലെങ്കിൽ ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടുവേർഡ്സ് ദ ഹാർട്ട്. മനസ്സിലായോ? സോ അപ്പോൾ ദിസ് ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട് ഈസ് കോൾഡ് ആസ് ആർട്ടറി ആൻഡ് വിച്ച് ക്യാരീസ് ബ്ലഡ് ടുവേർഡ്സ് ദ ഹാർട്ട് ഈസ് കോൾഡ് ആസ് വെയിൻ. സോ അപ്പോൾ നമുക്ക് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആർട്ടറിയും ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് വെയിനുമാണ്. സോ അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ പൾമണറി ട്രങ്ക് ഇംപ്യൂർ ബ്ലഡാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ ഫങ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്യാരിയിങ് ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക്, ഹാർട്ടിൽ നിന്ന് പുറത്തേക്കാണ് ബ്ലഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ആരായി? ആർട്ടറി ആയി. ആൻഡ് സ്ട്രക്ചറലി ഇറ്റ് ഈസ് കോൾഡ് ആസ് ആർട്ടറി. സോ അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രക്ചർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇംപ്യൂർ ബ്ലഡാണ് ക്യാരി ചെയ്യുമെങ്കിലും ഇങ്ങനെ ഒരു ഡെഫിനിഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ, അപ്പോൾ അത് ഹാർട്ടിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ലങ്സിലേക്കാണ് ബ്ലഡ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അതിനെ പൾമണറി ആർട്ടറി എന്ന് വിളിക്കുന്നത്. ഈ പൾമണറി വെയിൻസ് ലങ്സിൽ നിന്ന് ടുവേർഡ്സ് ദ ഹാർട്ടാണ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ തിങ്. ഈ ഒരു ബേസിക് കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ദ ടുഡേയ്സ് ടോപ്പിക്. അപ്പോൾ ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലഡ് വെസൽസ് എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് എ ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഈസ് കോൾഡ് ബ്ലഡ് വെസൽസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരിടത്തൊരു ലീക്കില്ല, എല്ലായിടത്തും ഇങ്ങനെ ക്ലോസ്ഡ് ആണ്. ലീക്ക് ആയി കഴിഞ്ഞാൽ ബ്ലഡ് എന്താവും? ബ്ലഡ് ഹെമറേജ് ആവും, ബ്ലീഡിങ് ആവും അല്ലേ. സോ അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്ലഡ് വെസൽസ് എന്ന് വിളിക്കുന്നത്. സോ ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഈസ് കോൾഡ് ബ്ലഡ് വെസൽ. ആൻഡ് ദാറ്റ് ബ്ലഡ് വെസൽസ് കണ്ടെയ്ൻ വിച്ച് ആർ ദ ഫോളോയിങ്: ആർട്ടറീസ്, capillaries and veins. So അപ്പോൾ these blood vessels include arteries, capillaries and veins. ഇവിടുന്ന് ആർട്ടറീസ് വരും. ആർട്ടറീസ് നമ്മളിപ്പോൾ അയോട്ടയിൽ നിന്ന് മീൻസ് ഹാർട്ടിൻ്റെ റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് അയോട്ട അറൈസ് ആവുന്നുണ്ട്. സോ അയോട്ട അറൈസ് ആയിട്ട് അവിടുന്ന് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകുന്നുണ്ട്. സോ ആ ഒരു ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് വന്നിട്ട് ആരാവും? കാപ്പിലറീസ്, ആർട്ടീരിയോൾസ് ആവും. ആർട്ടീരിയോൾസ് കാപ്പിലറീസ് ആവും. കാപ്പിലറീസ് ആയി കഴിഞ്ഞിട്ട് ആ കാപ്പിലറീസിൽ നിന്ന് ചെറിയ ചെറിയ വെന്യൂൾസ് ഫോം ചെയ്യും. ചെറിയ ചെറിയ വെന്യൂൾസ് ഫോം ചെയ്ത് പിന്നെ കുഞ്ഞു കുഞ്ഞു ട്രിബ്യൂട്ടറി വെയിൻസ് ഫോം ചെയ്യും. അതെല്ലാം കൂടിയിട്ട് ഒരു മേജർ വെയിനായിട്ട് ഫോം ചെയ്ത് SVC ആൻഡ് IVC ആയിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരും. സോ ഇതാണ് ആ ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൽ ആർട്ടറി ഉണ്ട്, കാപ്പിലറി ഉണ്ട്, വെയിൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
സോ ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന മേജർ എന്ന് പറയുന്നത് നമുക്ക് ആർട്ടറീസ് ആണ്. ആർട്ടറീസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടിംഗ് ചാനൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, വിച്ച് ടേക്സ് ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട്, ഹാർട്ടിൽ നിന്ന് എടുത്ത് വേറെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചാനൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർട്ടറീസ് എന്ന് വിളിക്കുന്നത്. സോ ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ ഡിഫറൻസ് അറിയാനായിട്ട് നമുക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അതിൻ്റെ സ്ട്രക്ചറിൽ തിക്ക് വാൾഡ് ട്യൂബ്സ് ആണ്. ആർട്ടറീസിന് കുറച്ചും കൂടി കട്ടി കൂടുതലാണ്, ഓക്കെ, തിക്കായിരിക്കും. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ടിൽ നിന്ന് നേരത്തെ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു പ്രഷർ ദേ ആർ എക്സേർട്ടിങ്. നമ്മൾ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് ബ്ലഡ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രഷർ അവർ എക്സേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു പ്രഷറിനെ നമ്മൾ എന്താണ് വിത്ത്ഹോൾഡ് ചെയ്യണമെങ്കിൽ ആർട്ടറീസിന് കുറച്ചും കൂടി തിക്കർ, കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ടാവണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സോ ദേ ആർ തിക്ക് വാൾഡ് ട്യൂബ്സ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആർട്ടറീസ് ആർ തിക്ക് വാൾഡ് ആൻഡ് വെയിൻസ് ആർ തിൻ. സോ കമ്പയറിംഗ് ടു ആർട്ടറീസ് ദേ ആർ തിൻ. അപ്പോൾ ആർട്ടറീസ് തിക്കാണ്, വെയിൻസ് തിന്നാണ് എന്നുള്ളത് ഓർക്കുക. ദെൻ ഇലാസ്റ്റിക് ഫൈബേഴ്സ്, നമ്മൾ പറഞ്ഞു ആ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊന്ന് വലിഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇലാസ്റ്റിസിറ്റി വേണം. അതുകൊണ്ട് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ്. ആൻഡ് സർക്കുലർ സ്മൂത്ത് മസിൽ ഫൈബേഴ്സും ഉണ്ട്, ഓക്കെ. ആൻഡ് ആ ഒരു വാൾസ്, ഇപ്പം നമുക്ക് ഒരു ട്യൂബ് ഉണ്ട്, സെയിം സൈസിലുള്ള 2 ട്യൂബ്സ് അല്ലെങ്കിൽ ഓവേഴ്സ് ആണുള്ളത്. സോ അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ വാള് കട്ടി കൂടുതലാണ് എങ്കിൽ അതിൻ്റെ ഒബ്വിയസ്ലി അതിൻ്റെ ല്യൂമൻ എന്ത് സംഭവിക്കും, നാരോ ആയി പോവും. സോ ആർട്ടറീസിൻ്റെ ല്യൂമൻ എന്താണ്, സ്മോൾ ആണ്. വെയിൻസിൻ്റെ വാൾ കുറച്ചും കൂടി തിൻ ആയതുകൊണ്ട് തന്നെ ദേ ഹാവ് എ ലാർജ് ല്യൂമൻ. സോ അപ്പോൾ ല്യൂമൻ വൈസ് കമ്പയർ ചെയ്യുമ്പോൾ വെയിൻസിന് ലാർജ് ല്യൂമനും ഇവിടെ സ്മോൾ ല്യൂമനുമാണ്. പക്ഷേ വാള് നോക്കുമ്പോഴത്തേക്ക് ആർട്ടറീസിൻ്റെ വാള് കുറച്ചും കൂടി തിക്കറാണ് ഇൻ കേസ് ഓഫ് ആർട്ടറീസ്, ആൻഡ് വെയിൻസിൽ കുറച്ചും കൂടി തിന്നറാണ് എന്നുള്ളത് ഓർക്കുക, ഓക്കെ. അപ്പോൾ നമ്മൾ ആർട്ടറി പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടിംഗ് ചാനൽസ് ആണ്, വെയിൻസ് ഡ്രെയിനിങ് ചാനൽസ് ആണ്. അവിടെ നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ആ ഒരു ഇൻപ്യൂർ ബ്ലഡ് ഡ്രെയിൻ ചെയ്ത് തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു. അപ്പോൾ ആർട്ടറി എന്ന് പറയുമ്പോൾ തിക്ക് വാളാണെന്ന് പറഞ്ഞു, വെയിൻ എന്ന് പറയുമ്പോൾ തിൻ വാൾഡ് ആണ്. സ്മോൾ ല്യൂമൻ ആണ് ഇൻ കേസ് ഓഫ് ആർട്ടറീസ്, ആൻഡ് ഇൻ കേസ് ഓഫ് വെയിൻസ് they have large lumen. And thick layer of muscles and elastic fibers ആണ് ആർട്ടറീസിലുള്ളത്. അവിടെ ഫെയറി തിൻ ഔട്ടർ വാൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ദേ കണ്ടെയ്ൻ മസിൽ ആൻഡ് ഇലാസ്റ്റിക് ഫൈബർ ഓൾസോ. അപ്പോൾ രണ്ടിനും ഒരു ഇലാസ്റ്റിസിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് കാപ്പിലറീസ് എന്ന് പറയുമ്പോഴത്തേക്കും മൈക്രോസ്കോപ്പിക് വെസൽസ് ആണ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വെസൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. നമുക്കത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടറീസ് വരുന്നു, ബ്രാഞ്ചസ് വരുന്നു, ആർട്ടീരിയോൾസ്, ആൻഡ് ദേ ഫോം കാപ്പിലറീസ്, വെന്യൂൾസ്, ട്രിബ്യൂട്ടറി വെയിൻസ് ആൻഡ് മെയിൻ കോഴ്സ് വെയിൻ വരുന്നുണ്ട്. സോ അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക് വെസൽസ് ആണ്. സോ 1 cell തിക്നെസ് ആയിരിക്കും. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ സെൽ. സോ ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ സെൽ എന്നുള്ളതാണ്. സോ ഒരു ഒറ്റ സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടിട്ടുള്ള വാളാണ് ആർക്കുള്ളത്, കാപ്പിലറീസ്. ഇത് മൈക്രോസ്കോപ്പിക് ആണ്, മൈന്യൂട്ട് ആയിട്ടുള്ള കാപ്പിലറീസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ദേ ഹാവ് വെരി സ്മോൾ ല്യൂമൻ. സിംഗിൾ സെൽസ് കൊണ്ട് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്മോൾ ല്യൂമൻ ആണ് ഉള്ളത്. സോ ദീസ് ആർ അബൌട്ട് ആർട്ടറി, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. അതിൻ്റെ ജനറൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, 3 ലേയേഴ്സ് ആണ് ആർട്ടറീസിനും വെയിൻസിനും ഉള്ളത് നമുക്കറിയാം. ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക മീഡിയ ആൻഡ് ട്യൂണിക്ക അഡ്വെന്റീഷ്യ. അപ്പോൾ ട്യൂണിക്ക ഇൻറ്റിമ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്നർമോസ്റ്റ് ഇൻറ്റിമ ആണ്. അപ്പോൾ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഏറ്റവും അകത്തായിട്ടുള്ള ഇന്നർ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്യൂണിക്ക ഇൻറ്റിമ എന്ന് പറയുന്നത്. ആൻഡ് മീഡിയ എന്ന് പറയുമ്പോൾ മിഡിൽ ലെയർ ആണ്. സോ ദ മിഡിൽ ലെയർ ഈസ് കോൾഡ് മീഡിയ. സോ ട്യൂണിക്ക ഇൻറ്റിമ ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദി ആർട്ടറി അല്ലെങ്കിൽ വെയിൻ, ബ്ലഡ് വെസലിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് ട്യൂണിക്ക ഇൻറ്റിമ എന്ന് പറയുന്നത്. മിഡിൽ ലെയർ ഈസ് കോൾഡ് എന്താണ്, ട്യൂണിക്ക മീഡിയ. ആൻഡ് പുറത്തുള്ള ലെയറിനെയാണ് നമ്മൾ ട്യൂണിക്ക അഡ്വെന്റീഷ്യ അല്ലെങ്കിൽ എക്സ്റ്റേണ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ. സോ അപ്പോൾ ദീസ് ആർ ദ 3 ലേയേഴ്സ്. അപ്പോൾ ട്യൂണിക്ക എക്സ്റ്റേണ അല്ലെങ്കിൽ അഡ്വെന്റീഷ്യ, ട്യൂണിക്ക മീഡിയ ആൻഡ് ട്യൂണിക്ക ഇന്റേണ. ഇൻ ബിറ്റ്വീൻ ആ ട്യൂണിക്ക ഇൻറ്റിമ ആൻഡ് ട്യൂണിക്ക മീഡിയ ദർ വിൽ ബി ഇലാസ്റ്റിക് ടിഷ്യൂ. ക്ലിയർ? അപ്പോൾ അതുണ്ടാവും. പിന്നെ അതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടറീസ് ആൻഡ് വെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് വാൽവ് ഉണ്ടാവും. ആർക്ക്, വെയിൻസിന് വാൽവ്സ് ഉണ്ട്, ആർട്ടറീസിന് വാൽവ്സ് ഇല്ല. ആൻഡ് നമുക്കല്ലാതെ പറയുകയാണെങ്കിൽ ആർട്ടറീസ് ആർ പാൽപ്പബിൾ ആൻഡ് നോട്ട് വിസിബിൾ. ഇപ്പോൾ ആർട്ടറി വിസിബിൾ ആണെങ്കിൽ ദാറ്റ് ഇസ് നോർമാലിറ്റി. വെയിൻസ് എന്ന് പറയുമ്പോൾ വിസിബിൾ ആണ്, നോട്ട് പാൽപ്പബിൾ, ഓക്കെ. സോ അപ്പോൾ ആർട്ടറീസ് ആർ പാൽപ്പബിൾ ബട്ട് നോട്ട് വിസിബിൾ. പക്ഷേ വെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വിസിബിൾ ആയിരിക്കും ബട്ട് പാൽപ്പബിൾ അല്ല. ക്ലിയർ? സോ അപ്പോൾ നമുക്കിവിടെ വാൽവ്സ് ഉണ്ട്, അതാണ് വെയിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്.
സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആർട്ടറീസ് വരുന്നു, ആർട്ടീരിയോൾസ് ആവുന്നു, കാപ്പിലറീസ് ഫോം ചെയ്യുന്നു, വെന്യൂൾസ് ആവുന്നു, വെയിൻ ആയിട്ട് ഫോം ചെയ്ത് പോകുന്നു. ഓക്കെ, കാപ്പിലറി നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു സിംഗിൾ വാൾ ഓഫ് എൻഡോത്തീലിയൽ സെൽസ് വെച്ചിട്ടായിരിക്കും അവർ കാപ്പിലറീസ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദേ ആർ സിംഗിൾ വാൾഡ് ആണ്. Then arteries, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Blood vessels that carries blood away from the heart are called arteries. They are the thickest blood vessels. They carry blood high in oxygen known as oxygenated blood. Oxygen rich blood നെ നമുക്ക് ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് ക്യാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. Accompanied by vein and nerves. നമുക്കറിയാം ഒരു ആർട്ടറി പോകുന്നുണ്ടെങ്കിൽ അതിന് അക്കമ്പനീഡ് ആയിട്ട് ഒരു വെയിനും ഒരു നെർവും ഉണ്ടാവും അല്ലേ. സോ ഇവിടെ നമുക്ക് ല്യൂമൻ സ്മോൾ ആണ്, നോ വാൽവ്സ്, ആർട്ടറീസിൽ വാൽവ്സ് ഇല്ല. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ബ്രാഞ്ചിങ് ഉണ്ടാവും, റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് നമുക്ക് ഫോം ചെയ്യും. ദീസ് ആർ അബൌട്ട് ആർട്ടറി. ഓക്കെ, ആർട്ടറിയെ കുറിച്ച് ഇതാണ് പറയാനുള്ളത്. ട്യൂണിക്ക അഡ്വെന്റീഷ്യ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഉണ്ട്, അത് തിക്ക് ഔട്ടർ കൊളാജൻ ഫൈബേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ലെയർ ആണ് ഏത് ട്യൂണിക്ക അഡ്വെന്റീഷ്യ എന്ന് പറയുന്നത്. ട്യൂണിക്ക മീഡിയ നമുക്കറിയാം, സ്മൂത്ത് മസിൽസും ഇലാസ്റ്റിക് ഫൈബേഴ്സും എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ട്യൂണിക്ക മീഡിയ. ദാറ്റ് ഇസ് ദ മിഡിൽ ലെയർ ആൻഡ് അതാണ് എന്താണ് തിക്ക് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത്. ട്യൂണിക്ക ഇൻറ്റിമ എന്ന് പറയുമ്പോൾ എൻഡോത്തീലിയൽ സെൽസ്. സോ ഔട്ടർ ലെയർ ഈസ് ട്യൂണിക്ക എക്സ്റ്റേണൽ അല്ലെങ്കിൽ ട്യൂണിക്ക അഡ്വെന്റീഷ്യ എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് ആണ്. മിഡിൽ ലെയർ ട്യൂണിക്ക മീഡിയ എന്ന് പറയുമ്പോൾ മസിൽസ് ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്. ട്യൂണിക്ക ഇന്റേണ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മേഡപ്പ് ഓഫ് എൻഡോത്തീലിയൽ സെൽസ് ആണ്. ആൻഡ് ദ ല്യൂമൻ ഈസ് small in case of arteries and the wall is thick. Okay, and about the capillaries. Capillaries എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. 5 to 8 മൈക്രോൺസ് ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ് ആർ കാപ്പിലറീസ്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ കണക്ട് ദ ആർട്ടറീസ് ആൻഡ് വെയിൻസ്. അപ്പോൾ ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ ആർട്ടറി വരുന്നു, ആർട്ടീരിയോൾ ആവുന്നു, കാപ്പിലറി ആവുന്നു, വെന്യൂൾ ആവുന്നു, വെയിൻസ് ആവുന്നു. ഓക്കെ, ഇതാണ് ആ ഒരു സ്ട്രക്ചർ. അപ്പോൾ ആർട്ടറി വരുന്നു, വന്ന് ബ്രാഞ്ചസ് ആയി, ആർട്ടീരിയോൾസ് ആയി, എന്നിട്ട് കാപ്പിലറി ഫോം ചെയ്തു. കാപ്പിലറിയുടെ ആ ഒരു അവിടുന്ന് കണ്ടിന്യൂ ആയിട്ട് വെന്യൂൾസ് സ്മോൾ വെയിൻസ്, ട്രിബ്യൂട്ടറി വെയിൻസ്, പിന്നെ എന്താണ് ഒരു മെയിൻ വെയിനായിട്ട് ഫോം ചെയ്യുന്നു. ആ നദികൾ ഫോം ചെയ്യുന്ന പോലെ, മീൻസ് ചെറിയ ചെറിയ പുഴകളും ഓടയും ഒക്കെ ജോയിൻ ചെയ്തിട്ടാണ് വലിയൊരു നദി ഫോം ചെയ്യുന്നത്. അതുപോലെയാണ് വെയിൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ ആ ഒരു നദിയിൽ നിന്ന് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ബ്രാഞ്ചസ് ആൻഡ് ട്രിബ്യൂട്ടറീസ് പറയില്ലേ. സോ ആർട്ടറിക്ക് ബ്രാഞ്ചസ് ആണുള്ളത്. ആർട്ടറി വലിയൊരു ആർട്ടറി വന്നിട്ട് ഡിവൈഡായി ചെറിയ ചെറിയ ആർട്ടറീസ് ആയിട്ട് മാറി, ആർട്ടീരിയോൾസ് ആയിട്ട് മാറി, എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒരു ചേരുന്ന ഒരു സ്ഥലമാണ് എന്താണ് കാപ്പിലറി. കാപ്പിലറി എന്ന് പറയുമ്പോൾ ഒരു ലേക്ക് ആണെന്ന് വെക്കുക, കൺസിഡർ മീൻസ് എക്സാമ്പിൾ. ലേക്ക് പോലെയായി ആ വെള്ളം എല്ലാം കൂടി ആ ഒരു ലേക്കിലേക്ക് എത്തി, എന്നിട്ട് ലേക്കിൽ നിന്ന് ചെറിയ ചെറിയ ട്രിബ്യൂട്ടറീസ് ആയിട്ട് പോയി എന്താണ് വലിയൊരു നദിയായിട്ട് ഫോം ചെയ്ത് പോകുന്ന പോലെയാണ് നമ്മളെ ഒരു സർക്കുലേഷൻ നടക്കുന്നത്. ക്ലിയർ? സോ അപ്പോൾ കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് വെയർ ദ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ് ഒക്കെ സിംഗിൾ വാൾഡ് ആണ് അല്ലേ. സോ അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ് നടക്കണമെങ്കിൽ ആര് വേണം? ഈ കാപ്പിലറീസ് വേണം. തിക്കായിട്ടുള്ള വാൾസ് ഉള്ള ആർട്ടറീസ്, അത്രയും ആ തിക്ക് വാളിൽ നിന്ന് പുറത്തേക്ക് ഗ്യാസസും ന്യൂട്രിയൻസും കൊണ്ടുവരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. സോ ഈ കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ തിൻ വാൾഡ് ആണ്, സിംഗിൾ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ആ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ് നടക്കുന്നത് എവിടെയാണ്? കാപ്പിലറീസിലാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. സോ ദ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ് അക്കേഴ്സ് ഇൻ കാപ്പിലറീസ്. ക്ലിയർ? സോ അപ്പോൾ അതാണ് പറയാനുള്ളത്. ദേ ആർ മേഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർഡ് എൻഡോത്തീലിയൽ സെൽസ്. ക്ലിയർ? സൈസ് 5 to 8 മൈക്രോൺസ് ആണ്, അത് മറക്കാൻ പാടില്ല. ആൻഡ് ദ വെയിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ബാക്ക് ടു ദ ഹാർട്ട്. ഓക്കെ, സോ അപ്പോൾ ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കുന്നതാണ് ആരുടെ ഫംഗ്ഷൻ? വെയിൻസിൻ്റെ ഫംഗ്ഷൻ. ദേ ഹാവ് ഓൺ വേ വാൽവ്സ്. അപ്പോൾ ബ്ലഡ് നമുക്കിപ്പോൾ തിരിച്ച് പോയി, ഇപ്പോൾ ലെഗിലേക്ക് പോയൊരു ആ ഒരു ബ്ലഡ് തിരിച്ച് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ എന്ത് വേണം? കയറിയ ബ്ലഡ് ഗ്രാവിറ്റി അനുസരിച്ച് ഗ്രാവിറ്റി പുൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് പോകും. ആ ഒരു പൂളിംഗ് ഓഫ് ബ്ലഡ് നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? വാൽവ്സ് വേണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇത് ഹാർട്ടാണെന്ന് കൺസിഡർ ചെയ്യുക. ഹാർട്ടിൽ നിന്ന് താഴേക്ക് വന്നു, ഇത് ലെഗിൽ നിന്ന് തിരിച്ച് കയറി പോകുമ്പോൾ ഗ്രാവിറ്റി പുൾ ചെയ്യും അല്ലേ. സോ അപ്പോൾ ആ ഒരു താഴേക്ക് പൂളിംഗ് ഓഫ് ബ്ലഡ് ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഓരോ വെയിൻസിലും എന്തുണ്ട്? വൺ വേ ട്രാൻസ്പോർട്ടിന് മാത്രം ഹെൽപ്പ് ചെയ്യുന്ന valves ഉണ്ട്. So they contain valves. They have valves. അപ്പോൾ veins they have എന്താണ് valves ഉണ്ട് which transport blood in one direction എന്നുള്ളത് ഓർക്കുക. And they are thin walled ആണ്.
അതുപോലെ തന്നെ ലാർജ് ഇറഗുലർ ല്യൂമൻ ആണ്, ലാർജ് ആയിട്ടുള്ള ഇറഗുലർ ല്യൂമൻ. തിൻ വോൾഡ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇങ്ങനെ ഒരു കുഴഞ്ഞ ഇതിലായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ല്യൂമൻ എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്ഡ് ആണ്. അതുപോലെ എന്താണ് ഹാവ് വാൽവ്സ് ഉണ്ട്, നമ്മൾ പറഞ്ഞു. ഡെഡ് സ്പേസ് അറൗണ്ട് ഉണ്ടാവും. പിന്നെ ടൈപ്സ് എന്ന് പറയുമ്പോൾ ലാർജ് വെയിൻസ് ഉണ്ട്, മീഡിയം വെയിൻസ് ആൻഡ് സ്മോൾ വെയിൻസ് ഉണ്ട്. സോ നമ്മൾ പറഞ്ഞ എന്താണ്, ഡിയോക്സിനേറ്റഡ് ബ്ലഡിന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിന്ന് ഹാർട്ടിലേക്ക് എത്തിക്കുന്ന ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ വെയിൻസ് എന്ന് വിളിക്കുന്നത്. ദേ ക്യാരി ബ്ലഡ് ദാറ്റ് ഈസ് ഹൈ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് നോൺ ആസ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ്. അപ്പോൾ അതിൽ എന്താണ് വേറെ ഒരു സ്ട്രക്ചർ, മെയിനായിട്ടുള്ള ഡിഫറൻസ് ആണ് ആർട്ടറിയും വെയിനും തമ്മിലുള്ളത്. വാൽവ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടിയുണ്ട് വിച്ച് എൻഹാൻസസ് വൺ വേ ഫ്ലോ ഓഫ് ബ്ലഡ്. ഓക്കെ, തിരിച്ച് ആ ഒരു റീഡയറക്റ്റിംഗ് ഓഫ് ബ്ലഡിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാൽവ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. സോ ആ ഒരു വാൽവ്സിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ബ്ലഡ് ഫ്ലോ തിരിച്ച്, അല്ലെങ്കിൽ ആ ഒരു കയറി പോകുന്ന ബ്ലഡ് അത്രയും തിരിച്ച് അങ്ങോട്ട് പോവാതെ കുറച്ചൊക്കെ തിരിച്ച് ആ വാൽവ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കൂളായി നിൽക്കാനുള്ള ചാൻസസ് അതെ. സോ ഈ ഒരു സ്ലൈഡിലുള്ള കാര്യം കുറച്ചും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സോ വെയിൻസ് വിത്തൗട്ട് വാൽവ്സ്, ഏതൊക്കെ വാൽവ്സിലാണ് വാൽവ്സ് ഇല്ലാത്തത്? അപ്പോൾ വാൽവ് നമ്മൾ പറഞ്ഞു വെയിൻസിന്റെ ഒരു മെയിൻ ഫീച്ചറാണ് വാൽവ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ വാൽവ്സ് ഇല്ലാത്ത വെയിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SVC ആൻഡ് IVC, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വിന കേവ, ഹെപ്പാറ്റിക് ആൻഡ് റീനൽ വെയിൻ, യൂട്രൈൻ ഒവേറിയൻ വെയിൻ. യൂട്രൈൻ ആൻഡ് ഒവേറിയൻ വെയിൻ, നോട്ട് ടെസ്റ്റിക്കുലർ വെയിനിന് വാൽവ് ഉണ്ട്, പക്ഷേ എന്താണ് യൂട്രൈൻ ആൻഡ് ഒവേറിയൻ വെയിന് വാൽവ്സ് ഇല്ല. ദെൻ ഫേഷ്യൽ വെയിൻ, പൾമണറി വെയിൻ, അംബലിക്കൽ വെയിൻ, എമിസറി വെയിൻ ആൻഡ് പോർട്ടൽ വെയിൻ. സോ ഇത്രയും വെയിൻസിൽ എന്തില്ല, വാൽവ് ഇല്ല. സോ ദ വെയിൻസ് വിത്തൗട്ട് വാൽവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SVC ആൻഡ് IVC, ഹെപ്പാറ്റിക് ആൻഡ് റീനൽ വെയിൻ, യൂട്രൈൻ ആൻഡ് ഒവേറിയൻ വെയിൻ, അതുപോലെ ഫേഷ്യൽ വെയിൻ, പൾമണറി വെയിൻ, അംബലിക്കൽ വെയിൻ, എമിസറി വെയിൻസ്. എമിസറി വെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സ്കള്ളിൻ്റെ അവിടെ ഉള്ളതാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനാട്ടമി പഠിക്കുന്ന സമയത്ത് പഠിക്കാം. സോ എമിസറി വെയിൻസ് ഉണ്ട്, പിന്നെ പോർട്ടൽ വെയിൻസ്. ഓക്കെ, സോ ദീസ് ആർ ദ വെയിൻസ് വിത്തൗട്ട് വാൽവ്സ്. ദെൻ വെയിൻസ് വിത്തൗട്ട് മസ്കുലർ ടിഷ്യൂ, വെയിൻസിൽ മസ്കുലർ ടിഷ്യൂ ഇല്ലാത്ത ഏതൊക്കെയാണ് നമുക്കറിയാം. ട്യൂണിക്ക മീഡിയ, ഒരു തിൻ ലെയർ ഓഫ് മസിൽ എങ്കിലും അവിടെ ഉണ്ടാവും. ആ ട്യൂണിക്ക മീഡിയയിൽ വെയിൻസിൽ പ്രസന്റ് ആയിരിക്കും. അതിൽ ഇല്ലാത്ത മസിൽ ടിഷ്യൂ ഇല്ലാത്ത വെയിൻസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂറൽ വീനസ് സൈനസസ് ആൻഡ് നമ്മുടെ ഡ്യൂറയ്ക്കകത്തുള്ള വീനസ് സൈനസസ് ഒരു സ്പേസ് ആണ്, വീനസ് സ്പേസിനെയാണ് നമ്മൾ സൈനസസ് എന്ന് വിളിക്കുന്നത്. ദെൻ പയൽ വെയിൻസും ബ്രെയിനിലുള്ളതാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ദെൻ റെറ്റിനൽ വെയിൻസ് കണ്ണിലുള്ളതാണ്. ദെൻ വെയിൻസ് ഓഫ് ഇറക്ടൈൽ ടിഷ്യൂ ഓഫ് സെക്സ് ഓർഗൻസ്, നമ്മുടെ ജെനൈറ്റൽ ഓർഗൻസിലുള്ള ഇറക്ടൈൽ ടിഷ്യൂസിൻ്റെ അവിടെയുള്ള വെയിൻസ്. ദെൻ വെയിൻസ് ഓഫ് സ്പോഞ്ചി ബോൺസിലുള്ള വെയിൻസ്. ഇത്രയാണ് വെയിൻസ് വിത്തൗട്ട് മസ്കുലർ ടിഷ്യൂ. സോ വെയിൻസ് വിത്തൗട്ട് മസ്കുലർ ടിഷ്യൂ ഏതൊക്കെയാണ്? ഡ്യൂറൽ വീനസ് സൈനസസ്, പയൽ വെയിൻസ്, റെറ്റിനൽ വെയിൻസ്, വെയിൻസ് ഓഫ് ഇറക്ടൈൽ ടിഷ്യൂസ് ഓഫ് ദ സെക്സ് ഓർഗൻസ് ആൻഡ് വെയിൻസ് ഓഫ് സ്പോഞ്ചി ബോൺസ്. ഓക്കെ, ദെൻ എൻഡ് ആർട്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു സർക്കുലേഷൻ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ആർട്ടറി വരുന്നു, അത് കാപ്പിലറി ആവുന്നു, വെന്യൂൽ ആവുന്നു, വെയിൻസ് ആവുന്നു, തിരിച്ച് ഹാർട്ടിലേക്ക് പോകുന്നു. ഇതിങ്ങനെ ഒരു സർക്യൂട്ട് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ചില ആർട്ടറീസ് എന്ത് ചെയ്യും, അവിടെ പോയിട്ട് എൻഡ് ചെയ്യും, പിന്നെ അവിടുന്ന് കാപ്പിലറീസ് ഒന്നും ഫോം ചെയ്യാതെ അത് അവിടെ തന്നെ പോയിട്ട് തീരും. മീൻസ് ഡെഡ് എൻഡ് പോലെയാണ്. നമ്മളൊരു വഴിയിൽ പോകുന്ന അവിടെ ബ്ലോക്കാണ്, ഡെഡ് എൻഡ്. സോ അതുപോലെയാണ് ഈ എൻഡ് ആർട്ടറീസ് എന്ന് പറയുന്നത്. സോ എൻഡ് ആർട്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമ്പിൾസ് നമുക്ക് പറയുകയാണെങ്കിൽ സെൻട്രൽ ആർട്ടറി ഓഫ് റെറ്റിന, നമ്മുടെ കണ്ണിലേതാണ്. അതുപോലെ ആർട്ടറീസ് ഓഫ് സ്പ്ലീൻ, ലിവർ, കിഡ്നീസ്, മെറ്റാഫൈസിസ് ഓഫ് ലോങ് ബോൺസ്. സോ ആർട്ടറീസ് ഓഫ് സ്പ്ലീനിലുള്ളത് ലിവർ, കിഡ്നി, അതുപോലെ മെറ്റാഫൈസിസ് ഓഫ് ലോങ് ബോൺസ്, ഇതിലുള്ളതൊക്കെ എൻഡ് ആർട്ടറീസ് ആണ്. സെൻട്രൽ ബ്രാഞ്ചസ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ്, സെൻട്രൽ ആർട്ടറി ഓഫ് റെറ്റിന, പിന്നെ സ്പ്ലീൻ, ലിവർ, കിഡ്നി, മെറ്റാഫൈസിസ് ഓഫ് ലോങ് ബോൺസ്, ഇതിലൊക്കെ ഉള്ളത് ആരാണ്? എൻഡ് ആർട്ടറീസ് ആണ്. അപ്പോൾ എൻഡ് ആർട്ടറീസിൽ തന്നെ അനാട്ടമിക് എൻഡ് ആർട്ടറീസും ഉണ്ട്, ഫങ്ഷണൽ എൻഡ് ആർട്ടറീസും ഉണ്ട്. സോ അപ്പോൾ അനാട്ടമിക് എൻഡ് ആർട്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ വന്നു, അവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു ബ്ലോക്ക് വരുമ്പോഴത്തേക്കും അത് അനാറ്റമിക്കലി ബ്ലോക്കായി പോവുകയാണ്. പക്ഷേ ഇവിടെ അത് നമുക്ക് എൻഡ് ആർട്ടറീസ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മളപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഡെഡ് എൻഡ് ആണ്. അപ്പോൾ അതുവഴി പോയി അവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അനാറ്റമിക്കലി അവിടെ വേറെ വഴിയില്ല. പക്ഷേ ഫങ്ഷണൽ എൻഡ് ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു അനാസ്റ്റമോസിസ് ഉണ്ട്. അനാസ്റ്റമോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് വെസൽസ് തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ബൈപ്പാസ്. അപ്പോൾ നമ്മൾ ഇതൊരു പാത്താണ്, ഇതൊരു പാത്താണ്. സോ ഇതിന് തമ്മിലുള്ള ഒരു കണക്ഷൻ, ദിസ് ഇസ് കോൾഡ് ആസ് അനാസ്റ്റമോസിസ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു അനാസ്റ്റമോസിസ് അവിടെ ഉണ്ട്. സോ ഫങ്ഷണൽ എൻഡ് ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്ലഡ് വെസലാണ്, ഇതൊരു ബ്ലഡ് വെസലാണെന്ന് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ നമുക്കൊരു കണക്ഷൻ ഉണ്ട്, രണ്ടും തമ്മിലൊരു കണക്ഷൻ ഈസ് ദെയർ. ബട്ട് അവിടെ ഒരു ബ്ലോക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ബ്ലഡ് ഫ്ലോ
നടക്കുന്നില്ല. വൈ? ബിക്കോസ് ദ അനാസ്റ്റമോസിസ് ഇസ് നോട്ട് സഫീഷ്യൻറ്റ്. അനാസ്റ്റമോസിസ് സഫീഷ്യൻ്റ് ആയിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല. സോ അത് ഫംഗ്ഷനിൽ വരുന്ന ഒരു ഡിഫക്റ്റ് ആണ്. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഫംഗ്ഷണൽ എൻഡ് ആർട്ടറി ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് അനാറ്റമിക്കൽ എൻഡ് ആർട്ടറീസ്. ക്ലിയർ?